ലാസ്റ്റ് മീറ്റിംഗിൽ ഞാൻ സാറിന് തന്നൊരു പ്രോമിസ് ആയിരുന്നു. ഞാൻ 50,000 അച്ചീവ് ചെയ്തിട്ട് നെക്സ്റ്റ് 1-to-1 വരുമെന്ന്. അത് ഒരു 5 to 6 months ഉള്ളിൽ എനിക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് വെച്ചാൽ ഒരു കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ. ഇപ്പോൾ ഒരു 100 above പിക്ചേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. 50,000 അച്ചീവ് ചെയ്യാൻ മെയിൻ ആയിട്ട് ടീച്ചിങ് തന്നെയാണ്. ടീച്ചിങ്ങിൽ കൂടെ തന്നെയാണ് എനിക്ക് ഇത്രയും ഏർണിങ്സ് കിട്ടിയിട്ടുള്ളത്. പിന്നെ കമ്മീഷൻ വർക്ക്സും എനിക്കൊരു നല്ലൊരു എമൗണ്ടിന് ഒരു പെയിന്റിങ്സ് എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റി. അത് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കോൺഫിഡൻസ് ലെവൽ പീക്കിലാ നിൽക്കണത് കമ്മീഷൻ വർക്കിൽ. അപ്പൊ എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് എനിക്ക് ഒരുപാട് ടൈം ഉണ്ടെന്ന്. വെറുതെ കളഞ്ഞിരുന്നതാണ്, ടിവിയും ഫോണും കണ്ടിരുന്ന് കളഞ്ഞിരുന്നതാണ് ടൈമൊക്കെ. അതൊക്കെ എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. പിന്നെ മൊത്തത്തിൽ ഒരു ഓർഡർ വന്നു ലൈഫില്. ഞാനിപ്പോ ഞാൻ ജസ്റ്റ് ഫോട്ടോസ് മാത്രമേ ഇട്ടിരുന്നുള്ളൂ. ഇപ്പൊ റീൽസ് ഇടാൻ തുടങ്ങി. ഒരു പെയിന്റിങ്സിന് തന്നെ ഒരു 3 reels ഒക്കെ ഇടും. 3 or 2 reels എന്തായാലും ഇടും. അതൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. സാറിന്റെ ഒരു ഇൻസ്പിറേഷനോട് ചെയ്തത് തന്നെയാണ്. ഇനിയിപ്പോ നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് പോസ്റ്റേഴ്സ് ഇടലാണ്. അപ്പൊ സാറിന്റെ മിനിഞ്ഞാന്നത്തെ ക്ലാസ്സിൽ നിന്ന് അതിലൊരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ട്. പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യണം. അതിപ്പോ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് എല്ലാവരും ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഇനി ചെയ്യണം. എന്തായാലും ഒരു 2 days ഞാൻ എന്തായാലും ചെയ്യും. ടീച്ചിങ് തന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യണം. ഒരുപാട് കുട്ടികളെ ചെയ്യണം. അതുപോലെ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതിന് സാറിന്റെ ഇനി വരുന്ന ക്ലാസ് എനിക്ക് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. മെയിനായിട്ട് ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് ഒരു ആർട്ട് ടീച്ചർ ആവണം. പിന്നെ സൈഡായിട്ട് കമ്മീഷൻ വർക്ക്സും. ജോയിൻ ചെയ്ത് സാറിന്റെ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോഴാണ് സാറ് ബേസിക്സ് A to Z ആണ് ഏറ്റവും നല്ലത് എന്നുള്ളൊരിതിൽ വന്നപ്പോൾ അതിൽ ജോയിൻ ചെയ്തു. അതിൽ ജോയിൻ ചെയ്തപ്പോഴാണ് ശരിക്ക് ഭയങ്കര മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത്. ബേസിക്സ് എന്താന്ന് പഠിച്ചു. എല്ലാം A to Z എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. A to Z അതിലുണ്ട്. നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. നമ്മുടെ സ്റ്റുഡൻറ് രണ്ടാമത്തെ തവണയാണ് ഈ ഒരു 1-to-1 മീറ്റിങ്ങിലോട്ട് വരുന്നത്. ലാസ്റ്റ് ടൈം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ലാസ്റ്റ് ടൈം നമ്മളൊരു മീറ്റിംഗ് ചെയ്ത സമയത്ത് ഒരു പ്രോമിസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആർട്ടിലൂടെ ഒരു ഹൈ ഇൻകം അച്ചീവ് ചെയ്തതിന് ശേഷമാണ് അടുത്ത മീറ്റിങ്ങിലോട്ട് വരിക എന്നുള്ളത്. മെയിനായിട്ട് ഈ ഒരു മീറ്റിംഗ് ഇതുപോലെ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആർട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇതെങ്ങനെ ചെയ്യണമെന്ന് ക്ലാരിറ്റി ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഫസീല ഷിനാജിന് കൺഗ്രാജുലേഷൻ. ആർട്ടിലൂടെ ഒരു ഇൻകം അച്ചീവ് ചെയ്തതിനും സ്വപ്നങ്ങൾ അത് ട്രൂ ആക്കിയതിനും റിയൽ ആക്കിയതിനും കൺഗ്രാജുലേഷൻ. താങ്ക് യു സർ. ലാസ്റ്റ് മീറ്റിംഗിൽ ഞാൻ സാറിന് തന്നൊരു പ്രോമിസ് ആയിരുന്നു. ഞാൻ 50,000 അച്ചീവ് ചെയ്തിട്ട് നെക്സ്റ്റ് 1-to-1 വരുമെന്ന്. അത് ഒരു 5 to 6 months ഉള്ളിൽ എനിക്ക് ചെയ്യാൻ പറ്റി. അതിന്റെ മെയിൻ റീസൺ ടൈം ടേബിൾ ഇട്ടു. മെയിൻ ആയിട്ട് അതന്നെ. ഞാൻ ഫോണൊക്കെ കുറച്ച് മാറ്റി വെച്ചു. ഒരു നല്ലൊരു ടൈം ടേബിൾ ലൈഫിൽ എടുത്തു. അതില് ഒരുപാട് മാറ്റങ്ങൾ വന്നു. കുറെ വരക്കാൻ തുടങ്ങി. എനിക്ക് വെച്ചാൽ ഒരു കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ. ഇപ്പൊ ഒരു 100 above പിക്ചേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. 50,000 അച്ചീവ് ചെയ്യാൻ മെയിൻ ആയിട്ട് ടീച്ചിങ് തന്നെയാണ്. ടീച്ചിങ്ങിൽ കൂടെ തന്നെയാണ് എനിക്ക് ഇത്രയും ഏർണിങ്സ് കിട്ടിയിട്ടുള്ളത്. അത് ഞാനൊരു 15 സ്റ്റുഡൻസിന് എന്നുള്ളൊരു സാറിന് ഒരു പ്രോമിസ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രയൊന്നും എനിക്ക് ആക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും എനിക്ക് ഓക്കെയാണ്. ഞാൻ അത്രയും കോൺഫിഡന്റ് ആണ്. എനിക്ക് ഇനി ഒരു 1 year ഉള്ളിൽ എനിക്ക് ഒരുപാട് ചേഞ്ചസ് എൻ്റെ ലൈഫിൽ വരുത്താൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി. പിന്നെ കമ്മീഷൻ വർക്ക്സും എനിക്കൊരു നല്ലൊരു എമൗണ്ടിന് ഒരു പെയിന്റിങ്സ് എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റി. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാനൊരു ഗോള് കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഗോള് സെറ്റ് ചെയ്ത് മുന്നോട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിട്ട്? നേരത്തെ പറഞ്ഞല്ലോ ടൈം ടേബിൾ ഉണ്ടാക്കി. സോ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന ഒരു റീസൺ ഉണ്ടാവുമല്ലോ, നമ്മുടെ ടൈം കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിട്ടതെന്നൊന്ന് പറയാമോ? ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഉറക്കം. ഞാൻ ഒരുപാട് ഉറങ്ങിയിരുന്ന ഒരാളാ. അത് ഞാൻ നല്ലോണം കുറച്ചു. നേരത്തെ എണീക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് എനിക്ക് ഒരുപാട് ടൈം ഉണ്ടെന്ന്. വെറുതെ കളഞ്ഞിരുന്നതാണ്, ടിവിയും ഫോണും കണ്ടിരുന്ന് കളഞ്ഞിരുന്നതാണ് ടൈമൊക്കെ. അതൊക്കെ എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. പിന്നെ മൊത്തത്തിൽ ഒരു ഓർഡർ വന്നു ലൈഫിൽ. ഒരു കോൺഫിഡൻസ്. പിന്നെ മെയിൻ ആയിട്ട് ആരെങ്കിലും എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ആർട്ട് ടീച്ചറാണ്, ഞാനൊരു ആർട്ടിസ്റ്റ് ആണ് എന്ന് പറയാനുള്ള ഒരു ധൈര്യം വന്നു. മുന്നേ പേരിന്റെ മുന്നിൽ ഞാനൊരു ആർട്ടിസ്റ്റ് എന്നുള്ളൊരു ഇത് ചേർത്തിരുന്നില്ല. എനിക്ക് അറിയണ്ടായിരുന്നില്ല അങ്ങനെ അതിനൊക്കെ ആയോ ഞാൻ എന്നുള്ളൊരു പേടിയായിരുന്നു.
ഇപ്പൊ എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും. പിന്നെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ ലാസ്റ്റ് 1-to-1 സാറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ ആക്റ്റീവ് ആവുമെന്ന്. അത് ഞാൻ ചെയ്തു. എനിക്ക് ഒരുപാട് ഫോളോവേഴ്സ് വരുന്നുണ്ട് ഇപ്പോൾ. മെയിൻലി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ് നല്ല ആക്റ്റീവ് ഫോളോവേഴ്സ്, നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള നല്ല ആക്റ്റീവ് ഫോളോവേഴ്സ് വരുന്നുണ്ട്. അതൊരുപാട് സന്തോഷം. ഞാൻ ജസ്റ്റ് ഫോട്ടോസ് മാത്രമേ ഇട്ടിരുന്നുള്ളൂ. ഇപ്പൊ റീൽസ് ഇടാൻ തുടങ്ങി. ഒരു പെയിന്റിങ്സ് തന്നെ ഒരു 3 റീൽസ് ഒക്കെ ഇടും. 3 or 2 റീൽസ് എന്തായാലും ഇടും. അതൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. സാറിന്റെ ഒരു ഇൻസ്പിറേഷൻ കൊണ്ട് ചെയ്തത് തന്നെയാണ്. സാറ് ചെയ്യാറുണ്ടല്ലോ ഒരുപാട് റീൽസ്, ഷോർട്ട് വീഡിയോസ് ഇടാറുണ്ടല്ലോ. അപ്പൊ അതേപോലെ എല്ലാവരും ചെയ്യാൻ തുടങ്ങി. ഇനിയിപ്പോ നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് പോസ്റ്റേഴ്സ് ഇടലാണ്. അപ്പൊ സാറിന്റെ മിനിഞ്ഞാന്നത്തെ ക്ലാസ്സിൽ നിന്ന് അതിലൊരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ട്. പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യണം. മിനിഞ്ഞാന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞപ്പോഴാണ് സാധാ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ പാർട്ട് പഠിപ്പിക്കാൻ വരുന്നവരെ ജസ്റ്റ് പെയിന്റിങ് അല്ലെങ്കിൽ ഡ്രോയിങ് മാത്രം പഠിപ്പിച്ച് വിടുന്ന ഒരു രീതിയാണ്. ഞാൻ ആർട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം മുതലേ പ്ലാൻ ഉണ്ടായിരുന്നു, ജസ്റ്റ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാതെ അടുത്തടുത്ത ലെവലിലോട്ട് നമ്മുടെ സ്റ്റുഡൻസിനെ കൊണ്ടുപോകണം എന്നൊക്കെ. അത് നമ്മുടെ കോഴ്സിൻ്റെ അകത്താണെങ്കിലും ഇപ്പോൾ സക്സസ്ഫുൾ ആർട്ടിസ്റ്റ് അക്കാദമിയുടെ അകത്താണെങ്കിലും ഒക്കെ നെക്സ്റ്റ് ലെവൽ ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അത് ഈ ഒരു അച്ചീവ്മെന്റ് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ഇപ്പൊ സാറിന്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ സാറ് മിനിഞ്ഞാന്ന് പറഞ്ഞല്ലോ നമുക്ക് ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സിന്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് സീസണൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാല് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഞാന് പോസ്റ്റ് ഡിസൈൻ ചെയ്തിട്ടൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഇന്നലെ ഞാൻ ഒരാളെ നേരിട്ട് കണ്ടു. അപ്പൊ അവരുടെ അടുത്ത് ഞാൻ സംസാരിച്ചു, ഇങ്ങനെ ന്യൂ ഇയറിന് ഒരു ഓഫർ ഉണ്ട്, മാമിന് പറ്റുന്നുണ്ടെങ്കിൽ പറയുന്നൊക്കെ പറഞ്ഞപ്പോ അവര് പറഞ്ഞു അവരൊരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ അവർക്ക് പെയിന്റിങ്സ് വേണ്ടി വരും, ഞാൻ പറയാ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ന്യൂ ഇയറിനാണെങ്കിൽ ഓഫർ ഉണ്ട്. അപ്പൊ അവര് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ എന്തായാലും പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ട് എന്തായാലും അവർക്ക് അയക്കണം. അപ്പൊ അത് എനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ അത് ഒരുപാട് സന്തോഷം. അപ്പൊ ഞാനും വിചാരിച്ചു, ഞാൻ ജസ്റ്റ് ഇപ്പൊ അന്നത്തെ ഒരു ക്ലാസ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവരുടെ അടുത്ത് അങ്ങനെ പറയില്ല. ഒരു സിമ്പിൾ ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് കമ്മീഷൻ വർക്ക് കിട്ടുന്നത്, എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിലോട്ട് ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ അതിലോട്ട് സ്റ്റുഡൻറ്റിനെ കിട്ടുന്നത്, ഫസിലിയുടെ ഒരു എക്സ്പീരിയൻസിൽ എങ്ങനെയാണ് നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടുന്നത്? കസ്റ്റമേഴ്സ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ തന്നെ. എനിക്ക് കസ്റ്റമേഴ്സിനെ കിട്ടിയിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ഞാൻ അങ്ങോട്ട് ചോദിക്കും, ഞാനിങ്ങനെ പെയിന്റിങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഡ്രോയിങ്സ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയണം. അങ്ങനെ പറഞ്ഞിട്ട് തന്നെ എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടിയിട്ടുള്ളത് കമ്മീഷൻ വർക്ക്സിൽ. അതുപോലെ സ്റ്റുഡൻസിന്റെ ആയാലും എനിക്ക് സ്റ്റുഡൻസിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ ആദ്യ 2 സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പൊ അവരുടെ റിസൾട്ട് കണ്ടിട്ടാണ് എനിക്ക് രണ്ടാളും കൂടി വന്നത്. അങ്ങനെ വരുമ്പോ നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് കൂടുമല്ലോ. പിന്നെ അതില് അവര് പോർട്രേറ്റ്സ് വരക്കാൻ തുടങ്ങി. അപ്പൊ അവര് തമ്മിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് ആണ് ഇപ്പൊ. ഒരാള് പോർട്രേറ്റ് വരച്ചു, അപ്പൊ അത് കണ്ടിട്ട് മറ്റാളും ഒരാൾ അമ്മയുടെ വരച്ചപ്പോ ഒറ്റാള് അച്ഛന്റെ വരച്ചു. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ അവരുടെ പാരന്റ്സ് എനിക്ക് മെസ്സേജ് അയക്കും, ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് ഒന്ന് അങ്ങനെ കറക്റ്റ് പെർഫെക്ഷൻ ഒന്നും ആയിട്ടില്ല. ഒരാള് പെർഫെക്ഷൻ ആയി, പക്ഷെ ഒരാൾ പെർഫെക്ഷൻ ഒന്നും ആയിട്ടില്ലെങ്കിലും എനിക്ക് ആ മെസ്സേജ് കാണുമ്പോൾ ഭയങ്കര സന്തോഷാ. അവരെക്കാളും സന്തോഷാണ് എനിക്ക്. പാരന്റ്സ് ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയാന്ന് പറയുമ്പോ അവരുടെ മെസ്സേജിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അതൊക്കെ ശരിക്കും ഭയങ്കര അച്ചീവ്മെന്റ്സ് തന്നെയാണ് എൻ്റെ ലൈഫിൽ. ഒരു ചോദ്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പോൾ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ ഒരു തോന്നലുണ്ടാവും, പൈസയുടെ പിന്നാലെ പോയിട്ടാണ് പൈസ ക്രിയേറ്റ് ചെയ്യുന്നത്. ശരിക്കും ആ ചിന്താഗതി തെറ്റാ. ഫസിലെടുത്ത് ഞാനൊരു ഗോള് പറയുമ്പോഴും ഒരു എമൗണ്ടിന്റെ ബേസിലാണ് ഗോള് പറയുന്നത്. പക്ഷെ അതിൽ നമ്മൾ മുന്നോട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സിന്റെ ഹാപ്പിനെസ്, അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ്, നമ്മളൊരു ആർട്ടിസ്റ്റ് ആണെന്ന് നമ്മൾ തന്നെ പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പോൾ ഈ പൈസ ഒന്ന് മാറ്റി നിർത്തിക്കോ, ബാക്കി നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ശരിക്കും ശരിക്കും അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് പറയും, ആൾക്കൊരു പ്രൗഡാണ് വൈഫ് ഒരു ആർട്ടിസ്റ്റ് ആണ് എന്ന് പറയാനാണ്. അപ്പൊ അത് കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷാ. മൈ ആർട്ടിസ്റ്റ് വൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടാഗ് ലൈൻ, അത് ആൾക്ക് ഭയങ്കര സന്തോഷാണ് അങ്ങനെ പറയാന്. അതുപോലെ മെയിൻലി കുട്ടികളുടെ ഇമ്പ്രൂവ്മെന്റ്സ് കാണുമ്പോൾ, കാരണം ഞാൻ ഇടയ്ക്ക് നോക്കും, ഒരു കുട്ടി ജോയിൻ ചെയ്യുമ്പോൾ അവന്റെ അമ്മ എനിക്ക് കുറച്ച് ഫോട്ടോസ് അയച്ചിട്ടുണ്ടായിരുന്നു, അവൻ വരച്ച പിക്ചേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതും അവൻ ഇപ്പൊ വരക്കണതും ഞാൻ ഇടയ്ക്ക് കമ്പയർ ചെയ്ത് നോക്കും. അപ്പൊ ഒരുപാട് ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അത് എന്റെ ഒരു ടീച്ചിങ്ങിന്റെ ആണല്ലോ എന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷാണ്.
അതുപോലെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവന്റെ ക്ലാസ്സിൽ ഒരു ടോപ്പ് 5 ആർട്ടിസ്റ്റിലത്തെ ഒരാളാണ് അവന് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ ഞാനും കൂടി അതിനൊരു കാരണമാണെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. ഗുഡ്. പിന്നെ നെക്സ്റ്റ് എന്താ പ്ലാൻ? നെക്സ്റ്റ് ലെവലിലോട്ട് പോകാനായിട്ട് എന്താ ഗോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്? ടീച്ചിങ് തന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യണം. ഒരുപാട് കുട്ടികളെ ചെയ്യണം. അതുപോലെ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതിന് സാറിന്റെ ഇനി വരുന്ന ക്ലാസ് എനിക്ക് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ സൈഡായിട്ട് കമ്മീഷൻ വർക്ക്സും. മെയിനായിട്ട് ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് ഒരു ആർട്ട് ടീച്ചർ ആവണം. പിന്നെ സൈഡായിട്ട് കമ്മീഷൻ വർക്ക്സും. അപ്പൊ ഒരുപാട് എനിക്ക് സക്സസ് ആവാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ എക്സിബിഷൻ എന്നുള്ള ഒരു എയിം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാനിപ്പോ കുറച്ചു കാലത്തിന് മാറ്റി വെച്ചേക്കാണ്. അതല്ല മെയിൻ എയിം ആയിട്ട് വെക്കേണ്ടത് എനിക്ക് മനസ്സിലായി. ലൈഫിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ എക്സിബിഷൻ എന്നുള്ള ആ ഒരു ഇതിലേക്ക് മാറ്റി എന്റെ ഗോൾസ്. നെക്സ്റ്റ് ഗോൾ ഞാൻ സെറ്റ് ചെയ്ത് തരാം. ഓക്കെ നെക്സ്റ്റ് ഇനി വർക്ക് ചെയ്യേണ്ടത് 50K ഇൻ 1 month. ഓക്കെ ഓക്കെ അപ്പോൾ ഇപ്പോഴുള്ള കണക്കൊന്ന് എടുക്കുക. ഇപ്പോൾ എത്ര മാസം കൊണ്ടാണ് അത് 50K നേടിയെങ്കിൽ അതെങ്ങനെ ഒരു മാസം കൊണ്ട് നേടാൻ പറ്റും. അതിനുള്ള മെത്തേഡ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ചിലപ്പോൾ കുറച്ചധികം സ്റ്റുഡൻസിന് കിട്ടിക്കഴിഞ്ഞാൽ പറ്റും, അല്ലെങ്കിൽ ഒരു മാസം കുറച്ചധികം കമ്മീഷൻ വർക്ക്സിന്റെ സെയിൽ എടുത്താൽ പറ്റും. ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, സെയിൽ എടുത്താൽ കിട്ടുമായിരിക്കും. അങ്ങനെ അടുത്ത ഗോള് 50K ഇൻ 1 month. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത 120 ഇരിക്കാം. ഇതിലൊരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെടി വളരുന്ന പോലെ അതിൽ എന്താ പറയുക, രാസവളം ഇട്ടിട്ട് വളർത്തുന്നല്ല നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഫസിലായിട്ട് ചെയ്യണമെങ്കിൽ നാച്ചുറൽ ആണ്. പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എടുത്ത് വളരുന്നത്. അങ്ങനെ വളർന്നാലാണ് ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മുടെ ക്യാരക്ടറും നമ്മുടെ കോൺഫിഡൻസും ബിൽഡ് ആവുള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു മാസത്തേക്ക് ഒരു 50K ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു കാര്യമുള്ളൂ, ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, എഴുതുക. 50K ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എത്ര ഓൺലൈൻ ക്ലാസ് സ്റ്റുഡൻറ്റ് വേണം പെർ മന്ത്, എത്ര ഫീസ് ഞാൻ വാങ്ങണം, ആ മാസം എക്സ്ട്രാ ഒരു കമ്മീഷൻ വർക്ക് എത്ര ഞാൻ എടുക്കണം, അതിലോട്ട് വർക്ക് ചെയ്യാം. ഇത് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുറച്ചധികം ക്ലയൻസ് ഉണ്ടാവില്ല, കുറച്ചധികം സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ. എപ്പോഴാണ് ഫ്രീ ആയിട്ടിരിക്കുന്നത്, അപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുക, നമ്മുടെ ഫേസ് കാണിച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുക. അതിൽ പറയേണ്ടത്, ഇപ്പോൾ കമ്മീഷൻ വർക്ക് എടുത്ത ആളാണെങ്കിൽ അവരുടെ അടുത്ത് ഇങ്ങനെ പറയാം, ഞാൻ ഒരു ദിവസം ഇരുന്നപ്പോൾ പെട്ടെന്ന് സാറിനെ കുറിച്ച് ആലോചിച്ചു, അപ്പോൾ പെട്ടെന്ന് ഞാൻ എടുക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അന്ന് കമ്മീഷൻ വർക്ക് ചെയ്തതിൽ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക, താങ്ക്സ് പറയുക. അതിൽ നമ്മുടെ ലൈഫിലുണ്ടായ ചേഞ്ചസിനെ കുറിച്ച് പറയുക. എന്നിട്ട് ഒരു കാര്യം ചോദിക്കുക, എനിക്കൊരു കാര്യം അറിയാനുള്ളത്, എന്തുകൊണ്ടാണ് സാറ് കമ്മീഷൻ വർക്ക് ചെയ്യാനായിട്ട് എന്നെ ഏൽപ്പിച്ചത്? ഈ ആൻസർ നമുക്ക് കിട്ടണം. അത് നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റണം. അത് കിട്ടിക്കഴിഞ്ഞാൽ അതും ഓർഡറിൽ 1 2 3 ഇട്ടിട്ട് നമ്മുടെ പേപ്പറിൽ എഴുതി വയ്ക്കുക. ഇതാണ് നമ്മുടെ അടുത്ത ലെവലിലോട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ള കീ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം എക്സാമ്പിൾ പറയാം. എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് വന്നൊരു സ്റ്റുഡൻറ്റ് എൻ്റെ അടുത്ത് പറയാണ്, സാർ ഞാൻ സാറിൻ്റെ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്തത് സാറ് ഷെയർ ചെയ്ത ഒരു സ്റ്റുഡൻറ്റിൻ്റെ റിസൾട്ട് കണ്ടിട്ടാന്ന് പറയുന്നത് വിചാരിച്ചോ. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇനി മുതൽ മാക്സിമം സ്റ്റുഡൻസിൻ്റെ റിസൾട്ട് ഷെയർ ചെയ്യണം. നേരെ മറിച്ച് ആ സ്റ്റുഡൻറ്റ് പറയാണ്, സാറിൻ്റെ ഒരു യൂട്യൂബ് ട്യൂട്ടോറിയൽ കണ്ടിട്ടാണ് ഞാൻ സാറിൻ്റെ ക്ലാസ്സിലോട്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ട്യൂട്ടോറിയൽ ചെയ്യണം. അപ്പോൾ എന്താണ് ഇനി മുതൽ കസ്റ്റമർ പറയുന്നത്, അത് നോട്ട് ചെയ്ത് വെക്കുക. അതിൽ കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താണ് അത് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മളിപ്പോ ഈ മാസ്റ്റർ പീസ്, ഇനിയിപ്പോ വരാൻ പോണ മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് ഇല്ലേ, അതിൽ ഞാൻ ഇതുവരെയായിട്ടും 2 മാസ്റ്റർ പീസും എനിക്ക് മിസ്സായി. അതിനിപ്പോ ഒരു മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ളത് ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്തിരുന്നു. പക്ഷെ സാറിന്റെ അന്നത്തെ ക്ലാസ്സോടെ ഞാനത് മാറ്റി വെച്ചു. ഇനിയും വരും. സാറ് പറയുമല്ലോ പ്രയോറിറ്റൈസ് ചെയ്യണമെന്ന്. അപ്പൊ ഓക്കെ എനിക്ക് കുഴപ്പമില്ല, നെക്സ്റ്റ് നന്നായി ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് വലിയ സൈസിലാണ് ഉദ്ദേശിക്കുന്നത്, ഒരു 100 സെന്റിമീറ്റർ. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മെറ്റീരിയൽസ് എല്ലാം വാങ്ങി, സാറിന്റെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് തന്നെ ബ്രസ്റ്റോന്റെ ചാർക്കോളിന്റെ സ്റ്റിക്കും എല്ലാം വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേപ്പർ എങ്ങനെ ചൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇവിടെ അവൈലബിലിറ്റി ഉള്ളത് ചാർട്ട് പേപ്പറാ. നമ്മുടെ ഒരു സൈഡ് സോഫ്റ്റും അല്ല മറ്റേ ഒരു ഗ്ലേസിംഗ് ടൈപ്പും, അതർ സൈഡ് കുറച്ച് ഹാർഡ് ആയിട്ടുള്ളത്. അത് ഓക്കെ ആവുമോ? തവണത്തെ ഇനി വരാൻ പോകുന്ന മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് ചലഞ്ചിൽ എല്ലാ സ്റ്റുഡൻസും അവരുടെ ഫേവറേറ്റ് മീഡിയ എന്താണോ, അവരുടെ സ്കില്ലുള്ള മീഡിയ എന്താണോ, അതിലായിരിക്കും അവർ ബെസ്റ്റ് ആർട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അത് പേപ്പറിലായിരിക്കണം എന്നില്ല, ക്യാൻവാസ് ആയിരിക്കാം, ഇനി ചിലപ്പോൾ സ്കൾപ്ചറോ മറ്റേ ക്രാഫ്റ്റ് വർക്കോ എന്ത് വേണമെങ്കിലായിരിക്കും. അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. കുറച്ചും കൂടി റിഫൈൻ ചെയ്യാനുണ്ട് ഐഡിയ. ഇപ്പൊ എന്താ തോന്നുന്നത്, എന്ത് ചെയ്യാനാ തോന്നുന്നത് ഇത്രയും കേട്ടിട്ട്? ചാർക്കോളിൽ ചെയ്യണം എന്ന് തന്നെയാണ് എനിക്കൊരു ആഗ്രഹം. ഇതുവരെയായിട്ടും ചെയ്യാത്തൊരു മീഡിയം ചൂസ് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം.
ഇനിയിപ്പോ പേപ്പറിന്റെ അവൈലബിലിറ്റി എല്ലാം നോക്കിയിട്ട് ഇനിയിപ്പോ ഇൻ കേസ് പേപ്പർ കിട്ടിയില്ലെങ്കിൽ ഞാൻ അക്രലിക് തന്നെ ചെയ്യും. അക്രലിക്കില പിന്നെ നെക്സ്റ്റ് കോൺഫിഡൻസ് ഉള്ളത്. ചാർക്കോൾ അല്ലെ ആണെങ്കിൽ ഒരു മീഡിയം സർഫസ് എടുത്താൽ മതി. ഒരുപാട് സ്മൂത്തും വേണ്ട, ഒരുപാട് റഫും വേണ്ട. GSM ചെക്ക് ചെയ്യുക, പിന്നെ ബ്രാൻഡാണ് നോക്കുക. ബ്രസ്ട്രോ, ഫാബ്രിയാനോ, ക്യാൻസർ, അങ്ങനത്തെ ബ്രാൻഡഡ് വൈപ്പേഴ്സ് എടുത്താൽ മതി. ഇനിയിപ്പോ നമ്മള് ചാർക്കോൾ ചാർക്കോളിൽ ചെയ്യുമ്പോൾ അത് കൊണ്ടുവരുന്ന മെത്തേഡൊക്കെ ഒന്ന് നോക്കണേ. അത് ചിലപ്പോൾ ഫിക്സേറ്റ് സ്പ്രേ ഒക്കെ അടിച്ച് ലാമിനേറ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇനിയിപ്പോ നമ്മളത് ചെയ്യുമ്പോ ഇപ്പൊ കുറച്ച് വലിയ സൈസിലാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അത് എങ്ങനെ ചെയ്യാം? നമ്മൾ സ്റ്റാൻഡിൽ വെച്ചിട്ടാണോ ടേബിളിൽ വെച്ചിട്ടാണോ കൂടുതൽ നല്ലത് ചെയ്യാൻ? ഞാൻ ചെയ്യുന്നത്, ഞാൻ ചെരിച്ചിട്ട് വെക്കാറ്. കാരണം ഇപ്പൊ നമ്മൾ ടേബിളിൽ വെക്കുകയാണെങ്കിൽ ചാർക്കോൾ പൗഡർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, പൗഡർ യൂസ് ചെയ്തില്ലെങ്കിലും ചാർക്കോൾ പെൻസിൽ കുറേ ഇട്ടുരയ്ക്കുമ്പോൾ അത് പൊടി പൊടിയായിട്ട് പേപ്പറിൽ വീഴും. അപ്പോൾ ഫ്ലാറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ കയ്യിൽ പറ്റി അടുത്തടുത്ത ഭാഗങ്ങളിലോട്ട് സ്പ്രെഡ് ആവും. ഞാൻ എപ്പോഴും ചെയ്യുക, ചെരിച്ച് വെക്കും. ഓക്കെ, ചുമരില് ചെരിച്ചു വെക്കാം അല്ലെ? വലിയ സൈസ് ആണെങ്കിൽ ചുവരിൽ ചെരിച്ച് വെക്കുകയാണ് ഏറ്റവും നല്ലത്. പൊടി ഇങ്ങനെ താഴത്തോട്ട് വീഴണം പൊടി വരുന്ന സമയത്ത്. സർ, ഞാനേ എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലെ ഉം. ഡ്രിസ്ലിംഗ് ആർട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് എന്റെ പേരിൽ തന്നെ വേണോ? ഇങ്ങനെ ഡ്രിസ്ലിംഗ് ആർട്ട് കൊടുത്തതിന് അങ്ങനെ എന്തെങ്കിലും? ഏറ്റവും നല്ലത് നമ്മുടെ പേഴ്സണൽ ബ്രാൻഡിൽ ചെയ്യുന്നത്. നമ്മുടെ പേരെന്താണോ അതിൽ കൊടുക്കുന്നത് നല്ലത്. കാരണം നമ്മുടെ പേര് മറ്റൊരാൾക്ക് മോഷ്ടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ? ഇപ്പോൾ ഇപ്പൊ എൻ്റെ ബ്രാൻഡിൽ ഒരാൾ ആർട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടും. ഞാൻ അവിടെ ഇല്ല, എൻ്റെ പേര് അവിടെ ഇല്ല. ഇപ്പൊ ഏറ്റവും നല്ലത് പേഴ്സണൽ ബ്രാൻഡാണ്. അത് സെയിൽസ് കിട്ടാനും എളുപ്പമായിരിക്കും. കാരണം നമ്മളതിന് വ്യക്തിനെ ആൾക്കാർ വിശ്വസിക്കുന്നത്. ഇനിയിപ്പം കമ്പനി അല്ലെങ്കിൽ ഇത്തരത്തിൽ പേരുണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷെ സ്വന്തം പേരിൽ ഒരു സോഷ്യൽ മീഡിയ വേണം നമുക്ക്. അതിൽ വേണം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ. പിന്നെ സർ എന്ന് പറഞ്ഞല്ലോ, മറ്റേ നമ്മള് ആർട്ട് ക്ലാസ്സസിന് സിലബസ് പ്രിന്റ് ചെയ്ത് വെച്ചു. അപ്പൊ അതെങ്ങനെ പ്രിന്റ് ചെയ്യേണ്ടത്? നമ്മൾ ജസ്റ്റ് ടോപ്പിക്സ് മാത്രമാണോ പ്രിന്റ് ചെയ്യേണ്ടത്? ഒരു സ്റ്റുഡൻറ് വരുന്ന സമയത്ത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ, അത് ശരിക്കും നമ്മുടെ സിലബസും ആണ്, അത് സെയിൽസ് ടൂളും ആണ്, എല്ലാമാണ്. നമ്മുടെ ആർട്ട് ക്ലാസ്സിന് മൊത്തം കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ ശരിക്കും ഒരു ബുക്ക് പോലെ ആണ് അത് പ്രിന്റ് ചെയ്യേണ്ടത്. അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും വേണം. എന്തിനാണ് നമ്മൾ ആർട്ട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്, ആരാണ് ഇതിൻ്റെ ഫൗണ്ടർ, അവരുടെ ഡീറ്റെയിൽസ്, സിലബസ് എന്താണ്, സ്റ്റുഡൻസിൻ്റെ റിസൾട്ട് എന്താണ്, എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, സ്റ്റുഡൻസിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ്, ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്, എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ അവർക്കൊരു ഡൗട്ട് ഉണ്ടാവില്ല. അവർക്ക് അതങ്ങ് കൊടുത്താൽ മതി കയ്യിൽ, അത് വായിച്ചു നോക്കാൻ പറയാം. പക്ഷെ ഒറ്റൊരെണ്ണം പ്രിന്റ് ചെയ്താൽ മതി. അത് നല്ലൊരു ബ്രാൻഡിങ് ആയിരിക്കും, നല്ലൊരു കവർ പിക്ചർ ഒക്കെ ആയിട്ട് നമ്മുടെ ആർട്ട് സ്കൂളിൽ നല്ല ലോഗോ, പേരൊക്കെ ഇട്ട് നല്ല ലോഗോ ഒക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയി. ഞാൻ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ആർട്ട് സ്കൂളിൽ. എനിക്ക് മെയിൻ ഫോക്കസ് എനിക്ക് സ്റ്റുഡൻസ് തന്നെയാണ്. എനിക്ക് അതിലാണ് കൂടുതൽ ഒരു സന്തോഷം വരുന്നത്. പിന്നെ ഭയങ്കര ത്രില്ലാണ്. അതുപോലെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാല് ചില ദിവസം ഭയങ്കര സന്തോഷാവും. അവരുടെ റിസൾട്ടും, കാരണം അവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചില ദിവസം ക്ലാസ് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷാ, ഞാൻ എന്തോ സംഭവമായി എന്നുള്ളൊരു സന്തോഷാവും. പിന്നെ സർ, നമ്മൾ കമ്മീഷൻ വർക്ക്സ് കൊടുക്കുമ്പോഴേ അതെങ്ങനെ പാക്ക് ചെയ്യാ? കമ്മീഷൻ വർക്ക് ഞാൻ യൂട്യൂബിൽ കുറേ കണ്ടിട്ടുള്ളത് റോളായിട്ട് പാക്ക് ചെയ്യുന്ന നല്ലൊരു മെത്തേഡ് തോന്നി. കാർഡ്ബോർഡിന്റെ ഇങ്ങനെ പൈപ്പ് പോലത്തെ റോൾസ് കിട്ടും. അതിൽ ഫുള്ളായിട്ട് മടക്കരുത്, ജസ്റ്റ് ഇങ്ങനെ ചുരുട്ടുക. യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കിട്ടും കമ്മീഷൻ വർക്ക്സ് എങ്ങനെയാണ് ഇന്റർനാഷണൽ ആർട്ടിസ്റ്റുകൾ, മലയാളികളല്ല, ഇന്റർനാഷണൽ ആർട്ടിസ്റ്റുകൾ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്. അവർ ഒരു പ്ലാസ്റ്റിക് എൻവലപ്പിന്റെ അകത്തിട്ട് റോളാക്കും. റോളാക്കിയിട്ട് ഈ പൈപ്പ് പോലെ, അത് കാർഡ്ബോർഡ് ആയിരിക്കും, പ്ലാസ്റ്റിക് ആയിരിക്കില്ല, കാർഡ്ബോർഡിന്റെ ഒരു പൈപ്പ് ആയിരിക്കും, അതിൻ്റെ അകത്തോട്ടിടും. മുകളിലും താഴെയും അടപ്പുണ്ടാവും. അടപ്പ് വയ്ക്കും. അടപ്പിന്റെ അവിടെ റൗണ്ടിൽ അവരുടെ ലോഗോ ഉണ്ടാവും. പിന്നെ ഒരു കെട്ടി ഭംഗിയാക്കാം. അത് കാണുമ്പോൾ തന്നെ നല്ല പ്രീമിയം ഫീൽ ആയിരിക്കും. ഇനി ഫോക്കസ് കൊടുക്കുക. 50,000 പെർ മന്ത് ഫോക്കസ് കൊടുക്കുക. അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക, അതിൽ മാത്രം മുന്നോട്ട് പോവുക. അതെങ്ങനെ അച്ചീവ് ചെയ്യണം, എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം, അത് മാത്രം ചെയ്യുക. പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. കാരണം നമ്മളെല്ലാ റിസൾട്ടും വരുന്നത്, ഭൂരിഭാഗം റിസൾട്ടും സോഷ്യൽ മീഡിയയിൽ നിന്നായിരിക്കും ഫ്യൂച്ചറിൽ. അത് ഇപ്പോഴേ ബിൽഡ് ചെയ്യുക. നമ്മുടെ പേഴ്സണൽ ബ്രാൻഡ്, നമ്മുടെ ഫേസ് കാണിച്ച് സംസാരിക്കുക, വീഡിയോസ് കുറേ ചെയ്യുക, കസ്റ്റമേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അപ്പം ഞാനൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് ഇതുപോലെ റെഗുലർ ആയിട്ട് ഡെയിലി ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം എൻ്റെ 2025 ഗോൾ എന്ന് പറയുന്നത് 2025 എല്ലാ ദിവസവും ഞാൻ റീൽ ചെയ്യും ഇതുപോലെ. ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തു മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് നമ്മുടെ സെയിൽസിൽ റിഫ്ലക്ട് ചെയ്യും. പിന്നെ ഇവിടുത്തെ ഒരുപാട് കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യരുതെന്ന് ആദ്യം തന്നെ പറയും. അപ്പൊ നമുക്കിനി ഒന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ലേഡീസിന്റെ ഒക്കെ പോർട്രേറ്റ്സ് ഒക്കെ വരുമ്പോൾ അവര് ആദ്യം തന്നെ പറയും ഷെയർ ചെയ്യരുത്. നമ്മുടെ കരിയറിന്റെ സ്റ്റാർട്ടിങ്ങിലുണ്ടല്ലോ കുറച്ച് റെസ്ട്രിക്ഷൻ നമുക്ക് ഉണ്ടാവും, നോർമലാണ്. അപ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് പോവുക.
കുറച്ചും കൂടി കഴിയുമ്പോൾ നേരെ തിരിയും, ഗെയിം തിരിയും. നമ്മളായിരിക്കും കസ്റ്റമേഴ്സിനെ ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് വരുന്ന സ്റ്റുഡൻസിനെ ഞാനാ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലെവൽ കഴിയുമ്പോൾ ആദ്യം ആർട്ട് ഫീൽഡിൽ ആദ്യം ഒരു ബിസിനസ് മോഡലാക്കി മാറ്റുമ്പോൾ നമ്മളായിരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും. കുറേ കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം, കുറേ കാര്യങ്ങൾ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം, കുറേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരും. പക്ഷെ ഒരു ലെവൽ കഴിഞ്ഞ് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് ആൾക്കാർ നമ്മുടെ വർക്ക് അന്വേഷിച്ച് വരുന്നൊരു ടൈം ഉണ്ടാവും, നമ്മുടെ ക്ലാസ് അന്വേഷിച്ച് വരുന്ന ടൈം. ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും, എൻ്റെ വർക്ക് എടുക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു നിബന്ധനയുണ്ട്. കാരണം നിങ്ങളിപ്പോൾ എന്നെ എൻക്വയറി ഇട്ട് എന്നിലോട്ട് വന്നത് എൻ്റെ ഒരു കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് കണ്ടിട്ടായിരിക്കും. സോ ഞാനൊരു വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഫീഡ്ബാക്ക് എടുക്കാനുള്ള അവകാശമുണ്ട്. ഇനി നിങ്ങൾക്ക് എനിക്ക് ഫീഡ്ബാക്ക് തരാൻ താല്പര്യമുണ്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും വേറെ ആൾക്ക് വർക്ക് ഏൽപ്പിക്കാം. പൊളൈറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ആ രീതിയിൽ അപ്രോച്ച് ചെയ്യുക. അത് ഇപ്പം ചെയ്യണ്ട, ഫ്യൂച്ചറിൽ കുറച്ചുകൂടി സെറ്റിൽ ആകുമ്പോൾ ചെയ്യാം. കാരണം അത് ഇമ്പോർട്ടൻ്റ്. കാരണം ആലോചിച്ച് നോക്ക്, ഇപ്പോൾ ഫസീൽ നമ്മുടെ ക്ലാസ്സിലോട്ട് വരാൻ ഒരു വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡൻസ് തന്നെയാണ്. അവരിതുപോലെ വീഡിയോ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് പറയുന്നതും അവരുടെ ആർട്ട് വർക്കും ഒക്കെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ ബിസിനസ് മോഡലാക്കുമ്പോൾ കസ്റ്റമൈസിൻ്റെ ഫീഡ്ബാക്ക്, ടെസ്റ്റിമോണിയൽ എന്ന് പറയും, നമ്മൾ ഷെയർ ചെയ്തിരിക്കണം. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. അത് വലിയൊരു ഡൗട്ടായിരുന്നു അത്. പിന്നെ ആദ്യമേ തന്നെ ക്ലിയർ ആക്കിയേക്കുക. നമ്മൾ ട്രാൻസ്പെറൻ്റ് ആകുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് നമ്മൾ ചെയ്തു കൊടുക്കുന്ന വർക്ക് ഇങ്ങനെയാണ്, നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ, അത് പറയാതിരിക്കുമ്പോഴാണ് കുഴപ്പം. ഇപ്പൊ ഞാൻ ഇങ്ങനെ അത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട് ട്ടാ. അന്ന് എനിക്കറിയണ്ടായിരുന്നില്ല, ഞാനിതൊന്നും ചെയ്യാതെയാണ് വർക്ക് എടുത്തിരുന്നത്. അപ്പൊ അന്നതുപോലെ സുജ്മുരളി മാം ഒരു പ്രശ്നം പറഞ്ഞപ്പോ സാർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊരുപാട് യൂസ്ഫുൾ ആയി. കുറച്ച് എന്താ പറയാ, ഒരു സ്റ്റാർട്ടിങ് തന്നെ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കുക. അതുപോലെ നിങ്ങക്ക് ഗിഫ്റ്റ് റാപ്പിംഗ് വേണമെന്നുണ്ടെങ്കിൽ അതൊന്നും ഞാൻ ചെയ്തു കൊടുക്കാത്ത കാര്യമായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ പറയുന്നൊക്കെ പറയും. അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. അതൊക്കെ ഭയങ്കര ഒരു ഇംപ്രഷൻ കിട്ടി എനിക്ക്. റാപ്പിംഗ് ഒന്നും ഞാൻ ഒട്ടും ചെയ്യാത്തൊരു കാര്യമായിരുന്നു. അതൊക്കെ ഒരുപാട് സന്തോഷം. പലർക്കും ഒരു ചിന്താഗതി ഉണ്ട്, ആർട്ട് ഫീൽഡിൽ അച്ചീവ് ചെയ്ത് വന്നവരൊക്കെ ഓൾറെഡി കഴിവുണ്ടായിട്ട് വന്നവരാണ്, അല്ലെങ്കിൽ വീട്ടിൽ ഇത്തിരി സമ്പാദ്യമുള്ളവരാണ്, ഓൾറെഡി അവർക്ക് ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് വന്നവരാണ് എന്നുള്ള ചിന്ത ഒരുപാട് പേർക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. നമ്മളെല്ലാം ഹാർഡ് വർക്ക് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ സീറോന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, സീറോന്ന് ആർട്ട് പഠിച്ച് അത് നെക്സ്റ്റ് ലെവലിലോട്ട് ഇമ്പ്രൂവ് ചെയ്ത് നല്ലൊരു മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് ചെയ്ത് അതിലൂടെ നല്ലൊരു വരുമാന മാർഗ്ഗം, ഇനിയിപ്പോൾ പാസീവ് ഇൻകം ആണെങ്കിലും ഒരു ജോലി ഒപ്പം ഉണ്ടെങ്കിലും അതിൻ്റെ ഒപ്പം തന്നെ ആർട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് എക്സ്ട്രാ വരുമാന മാർഗ്ഗമാണെങ്കിലും അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് ഇത്രയും നാളത്തെ ഫസീലയുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താ പറയാനുള്ളത്? ഞാന് 9th സ്റ്റാൻഡേർഡിൽ അവസാനിപ്പിച്ചതായിരുന്നു ഡ്രോയിങ് ഒക്കെ. പിന്നെ എത്രയോ വർഷം ഞാൻ ഒന്നും ചെയ്തിരുന്നില്ല. ആ ആള് മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഞാന് അങ്ങനെ ഒരുപാടൊന്നും എത്തിയിട്ടില്ലെങ്കിലും ഇപ്പൊ ഞാൻ എവിടൊക്കെ എത്തി എന്നുള്ളൊരു തോന്നലുണ്ട് എനിക്ക്. അത് എന്റെ ഹാർഡ് വർക്ക് കൊണ്ടും തന്നെയാണ്. ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രയും എന്താ പറയുക, ഒരു ജോബ് ആക്കി എടുക്കാൻ പറ്റും അതൊന്നും ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു പാഷൻ അത്രയും വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വീട്ടിൽ നിന്നായാലും അങ്ങനെ ഡ്രോയിങ് ക്ലാസ്സിന് വിടുക അങ്ങനത്തെ ഒരു സപ്പോർട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്തൊന്നും. അതൊക്കെ ഒരുപാട് സന്തോഷം. ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ. പിന്നെ സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണതിന്റെ മുന്നേ തന്നെ എനിക്ക് പെയിന്റിങ്സ് മാത്രം ചെയ്തിരുന്നതായിരുന്നു ഞാൻ. അപ്പൊ അതില് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആവുക, സ്കിന്നും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കുക, അതൊന്നും എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു സ്കിന്ന് ചെയ്യുന്നത്. ആ ഒരു എയിമിലാണ് ഞാൻ സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്ത് സാറിന്റെ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോഴാണ് സാറ് ബേസിക്സ് A to Z ആണ് ഏറ്റവും നല്ലത് എന്നുള്ളൊരിതിൽ വന്നപ്പോ അതിൽ ജോയിൻ ചെയ്തു. അതിൽ ജോയിൻ ചെയ്തപ്പോഴാണ് ശരിക്ക് ഭയങ്കര മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത്. ബേസിക്സ് എന്താന്ന് പഠിച്ചു. എല്ലാം A to Z എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. A to Z അതിലുണ്ട്. ഇനി ഒരുപാട് ഇമ്പ്രൂവ് ആവാനുണ്ട് ഞാന്. അപ്പോ ആ ഒരു ഫസ്റ്റ് കോഴ്സ് ചെയ്തിട്ട് ഞാൻ ഇത്ര ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ ഇനി ഒരുപാട് മുന്നോട്ട് പെയിന്റിങ് കോഴ്സ് ഉണ്ട്. ഗോൾഡ് മെമ്പർഷിപ്പ് എന്തായാലും ഞാൻ എടുക്കും. അപ്പൊ അതൊക്കെ കഴിയുമ്പോഴത്തേനും ഞാൻ അത്രയും അടിപൊളിയാവും എന്ന് എനിക്കറിയാം. ഒരുപാട് സന്തോഷം. എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ നെക്സ്റ്റ് 1-to-1 50,000 പെർ മന്ത് ഗോൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് വാട്സാപ്പ് മെസ്സേജ് കണക്ട്. ഓക്കെ ഞാൻ എന്തായാലും ചെയ്യും സർ. താങ്ക് യു. വൈൻഡപ്പ് ചെയ്യണേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.